ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് ചെയ്ത കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് ഈ വീഡിയോ. ഫ്രഞ്ച് വിപ്ലവം നടന്നത് 1789. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. ഫ്രാൻസ് ഭരിച്ച ലൂയി രാജാക്കന്മാരുടെ വംശമാണ് ബോർബൻ വംശം. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് ആരാണ്? മേരി അൻറ്റോയിനറ്റ്. ലൂയി രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തനാണ് ലൂയി 14. ലൂയി 14 പ്രസിദ്ധനായ മന്ത്രിയാണ് കോൾബർഗ്. മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർ നൽകേണ്ട ഭൂനികുതിയുടെ പേരാണ് തൈലെ. എല്ലാത്തരം നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിഭാഗമായിരുന്നു എസ്റ്റേറ്റ് 1 ഉൾപ്പെട്ടവർ. എസ്റ്റേറ്റ് 1 ഉൾപ്പെട്ടവരെന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ, ഇവരൊക്കെ എസ്റ്റേറ്റ് 1 ഉൾപ്പെട്ടവരാണ്. വോൾട്ടയറിൻ്റെ പ്രശസ്തമായ കൃതിയാണ് കാൻഡിഡ എന്ന പ്രശസ്ത നാടകം രചിച്ചതാണ് ആകട്ടെ ജോർജ് ബെർണാഡ് ഷാ. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ അപരനാമങ്ങളാണ് ലിറ്റിൽ കോർപ്പറൽ, മാൻ ഓഫ് ഡെസ്റ്റിനി എന്നിവ. 1871 ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവം അറിയപ്പെടുന്നതാണ് പാരീസ് കമ്മ്യൂൺ എന്ന പേരിൽ. ഫ്രഞ്ച് വിപ്ലവ സമയത്തെ ഫ്രാൻസിലെ ചക്രവർത്തിയാണ് ലൂയി 16. ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ തുടർന്ന് പൗരനായ ടിപ്പു എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഇന്ത്യൻ ഭരണാധികാരിയാണ് നമ്മുടെ ടിപ്പു സുൽത്താൻ. വാട്ടർലൂ യുദ്ധം നടന്ന വർഷം 1815.